എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിത്തു KJ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 4 സെൻറ്റ് സ്ഥലത്ത് നിർമ്മിക്കാവുന്നൊരു 3 ബെഡ്റൂം വീടിൻ്റെ പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ വീടിൻ്റെ പ്ലാൻ, ഡിസൈൻ, ബഡ്ജറ്റ് എന്നതിനൊക്കെ പറ്റി അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ ഒന്ന് മൊത്തമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അത്യാവശ്യം വലിയ സൈസിലുള്ളൊരു സിറ്റ് ഔട്ട് വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. ഡ്രോയിങ് ഹാളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഡ്രോയിങ് ഹാളാണ് ഈ വീടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഡ്രോയിങ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് L ഷേപ്പിലൊരു സെറ്റ് ഇടാവുന്നതാണ്. കൂടാതെ TV യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് വയ്ക്കാം. ഇനി ഡൈനിങ് ഹാളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയം സൈസിലുള്ളൊരു ഡൈനിങ് ഹാളാണ് ഈ വീടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് ടേബിൾ ഇടാം. ഈ ഒരു കോർണറിലായിട്ട് വാഷ് ഏരിയ കൊടുക്കാവുന്നതാണ്. ഈ വീടിന് 3 ബെഡ്റൂമുകളാണ് വരുന്നത്. 3 ബെഡ്റൂമുകളും മീഡിയം സൈസിലുള്ളതാണ്. ഈ ബെഡ്റൂമുകളുടെ ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ്സ് കൊടുക്കാം. കൂടാതെ മീഡിയം സൈസിലുള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റുകൾ ഈ ബെഡ്റൂമുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ കിച്ചൺ ഫ്രണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിൽ L ഷേപ്പിലൊരു കിച്ചൺ ക്യാബിൻ കൊടുക്കാം. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് ഇടാം. സിങ്കും അതുപോലെ സ്റ്റവും ഈ ഒരു ഭാഗത്തായിട്ട് വയ്ക്കാവുന്നതാണ്. ഇതാണ് ഈ വീടിൻ്റെ പ്ലാൻ. ഈ വീടിൻ്റെ ആകെ ഏരിയ വരുന്നത് 1023 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ പ്ലാനിൽ എഴുതിയിട്ടുള്ള അളവുകളൊക്കെ സെൻറ്റിമീറ്ററിലാണ്. ഈ വീട് വയ്ക്കാൻ വേണ്ടി എത്ര സ്ഥലം വേണമെന്ന് നോക്കുകയാണെങ്കിൽ 4 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഈ ഒരു വീട് വയ്ക്കാവുന്നതാണ്. ഈ വീട് വയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും മിനിമം ആയിട്ടുള്ള അളവുകൾ നോക്കുകയാണെങ്കിൽ നീളം 13.90 മീറ്റർ, അതായത് ഒരു 46 അടി. വീതി 12 മീറ്റർ, അതായത് ഒരു 40 അടി. ഈ ഒരു അളവുകളുള്ള സ്ഥലത്ത് ഈ ഒരു വീട് വയ്ക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീടിൻ്റെ പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വീടിൻ്റെ ബഡ്ജറ്റിനെ പറ്റി ഒന്ന് നോക്കാം. ഈ വീടൊന്ന് വാർത്തിടാൻ വേണ്ടി നമുക്കൊരു 9.5 ലക്ഷം രൂപ വേണ്ടി വരും. ഇതൊന്നൊരു തേച്ചിടാവുന്ന ഒരു ലെവൽ വരെ നമുക്കൊരു 11.5 ലക്ഷം രൂപ വേണ്ടി വരും. അതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ആ ഒരു ഡിസൈനിലൊക്കെ ഈ വീട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 17 ലക്ഷം രൂപയോളം വേണ്ടി വരും. ഈ ഒരു വീടിൻ്റെ ബഡ്ജറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് സിമെൻറ്റ് കട്ടയിൽ ഈ ഒരു വീട് ചെയ്യാവുന്നൊരു ഇത് വെച്ചിട്ടാണ്. ഇനി ചൂളക്കട്ടയൊക്കെ ഉപയോഗിക്കുമ്പോൾ റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സ്ട്രക്ചറൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ തറയുടെ ഒരു ഹൈറ്റ് നമ്മളൊരു 45 സെൻറ്റിമീറ്ററാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ ഭൂരിഭാഗം സൺഷെയ്ഡുകളും ലിൻഡലുകളും ഒരു 210 സെൻറ്റിമീറ്റർ, അതായത് ഒരു 7 അടി ഹൈറ്റിൽ. പിന്നെ മെയിൻ സ്ലാബ് വരുന്നത് ഒരു 10 അടി ഹൈറ്റ്, അതായത് ഒരു 300 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. അപ്പോൾ ഇതിലൊക്കെ ചേഞ്ച് വരാണ്. ഇപ്പോൾ തറയുടെ ഹൈറ്റൊക്കെ ഇതിൽ കൂടാണ്. അതുപോലെ ലിൻഡലിൻ്റെയും സൺഷൈൻ്റെ ഒക്കെ ഹൈറ്റുകൾ കൂട്ടാണ്. പിന്നെ മെയിൻ സ്ലാബ് വാർക്കണത് കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ടൊക്കെ ആണെങ്കിൽ റേറ്റിൽ വ്യത്യാസം വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ വിധത്തിൽ നിങ്ങൾ ഈ ഒരു വീട് പണിയണമെങ്കിൽ നിങ്ങൾക്കും ഞാൻ പറഞ്ഞ ഈ ഒരു ബഡ്ജറ്റിലൊക്കെ ഈ വീട് ഫിനിഷ് ചെയ്യാവുന്നുള്ളൂ. ഞാൻ വരയ്ക്കുന്ന പുതിയ വീടുകളുടെ ഡിസൈൻസ്, അതുപോലെ ഞാൻ പണിത വീടുകളുടെ ഫോട്ടോസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടിയും എല്ലാവരും എന്നെ മറക്കാതെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ പല ഭാഗങ്ങളിലും ഫോട്ടോ ആയിട്ട് കാണിച്ചിട്ടുണ്ടായി. അതുപോലെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.